എന്താണ് പൗരത്വ ഭേദഗതി നിയമം? 1955 പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ ബിൽ. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വാവകാശം നൽകുന്നതാണ് നിർദ്ദിഷ്ട നിയമം. മുൻപ് കുറഞ്ഞത് 11 വർഷം രാജ്യത്ത് സ്ഥിര താമസമാക്കിയവർക്ക് മാത്രമാണ് പൗരത്വം നൽകിയിരുന്നത്. എന്നാൽ നിലവിലെ ഭേദഗതി പ്രകാരം ഇത് 6 വർഷമായി ചുരുങ്ങും. വിസ, പാസ്പോർട്ട് തുടങ്ങിയ രേഖകളില്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ താമസിക്കുന്നവരെ നിലവിലെ നിയമമനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരായാണ് പരിഗണിക്കുന്നത്. 1946 വിദേശി നിയമം, 1920 പാസ്പോർട്ട് എൻട്രി നിയമം എന്നിവയനുസരിച്ച് അനധികൃത കുടിയേറ്റം ശിക്ഷാർഹമാണ്. മേൽപ്പറഞ്ഞ ഗണത്തിൽപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാരെ 2015-2016 വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക വിജ്ഞാപനത്തിലൂടെ ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാക്കി രാജ്യത്ത് തുടരാൻ അനുവദിച്ചു. അവർക്ക് പൗരത്വാവകാശം നൽകാനുള്ളതാണ് പുതിയ പൗരത്വ നിയമ ഭേദഗതി. പൗരത്വം നിയമം ലംഘിക്കുന്ന വിദേശികളായ ഇന്ത്യൻ പൗരന്മാരുടെ OCI രജിസ്ട്രേഷൻ റദ്ദാക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അസം, മേഘാലയ, മിസോറാം, ത്രിപുര സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകൾക്ക് ബിൽ ബാധകമല്ല. അരുണാചൽ, മിസോറാം, നാഗാലാൻഡ് സംസ്ഥാനങ്ങളിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ആവശ്യമായ പ്രദേശങ്ങളും ബില്ലിന്റെ പരിധിയിൽ വരില്ല. പൗരത്വ ഭേദഗതി ബിൽ നടപ്പിലാകുന്നതോടെ വിദേശികൾക്ക് സംസ്ഥാന സർക്കാരുകളുടെ കൂടി അനുമതിയോടെ മാത്രമേ ഇന്ത്യൻ പൗരത്വം നൽകുകയുള്ളൂവെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഓരോ അപേക്ഷയും അതത് സ്ഥലത്തെ ഡെപ്യൂട്ടി കമ്മീഷണറോ ജില്ലാ മജിസ്ട്രേറ്റോ കൃത്യമായി പരിശോധിച്ച് അന്വേഷണം നടത്തണം. സംസ്ഥാന സർക്കാരുകളും അന്വേഷണം നടത്തണം. ഇരു റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി ഇന്ത്യൻ പൗരത്വം നൽകുകയുള്ളൂ. 2014 BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു ഈ പൗരത്വ ഭേദഗതി ബിൽ. 2016 ജൂലൈ 19 ആദ്യമായി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഓഗസ്റ്റ് 12 ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറി. 2019 ജനുവരി 7 സമിതി റിപ്പോർട്ട് നൽകിയത്. 2019 ജനുവരി 8 ബിൽ ലോക്സഭ പാസാക്കി. രാജ്യസഭയിൽ പാസാക്കാതിരുന്ന സാഹചര്യത്തിൽ 16ാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ ബിൽ അസാധുവായി. വീണ്ടും ഡിസംബർ 4 കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച ബിൽ 9-ാം തീയതി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു. 311 വോട്ടുകൾക്ക് ലോക്സഭയിൽ ബിൽ പാസായിരുന്നു. അസമിലെ ജനങ്ങളുടെ പൗരത്വം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ അന്തിമ കരട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചപ്പോൾ 40.7 ലക്ഷം പേർ പുറത്തായത് സങ്കീർണതകളിലേക്ക് വഴി തുറക്കുകയുണ്ടായി. അസമിലെ പൗരത്വ വിഷയം ദേശീയ തലത്തിൽ രാഷ്ട്രീയ മാനം കൈവരിച്ചുവെന്നു മാത്രമല്ല, രാജ്യത്തിനു മുന്നിലുള്ള മാനുഷിക പ്രശ്നമായും അത് മാറി. അന്തിമ പട്ടിക തയ്യാറായിട്ടില്ലെങ്കിലും കരട് രജിസ്റ്ററിൽ പുറത്തായവരിൽ 28 ലക്ഷം പേർ ഹിന്ദുക്കളും 10 ലക്ഷം പേർ മുസ്ലിങ്ങളും ബാക്കി മറ്റു വിഭാഗക്കാരുമാണ്. അനധികൃത കുടിയേറ്റക്കാരായാണ് ഇവരെ സർക്കാർ കാണുന്നത്. ഇപ്പോഴത്തെ ഭേദഗതി അനുസരിച്ച് ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, ജൈന, പാഴ്സി, ബുദ്ധ, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പൗരത്വം ലഭിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ഭേദഗതി വിജ്ഞാപനം ചെയ്തതെന്നും പൗരത്വ നിയമം മുസ്ലിം വിരുദ്ധ നിയമമാണെന്ന പ്രചാരണം വിവാദമാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കേന്ദ്രം വിശദീകരണവുമായി രംഗത്തെത്തി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണമാണ് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നും മുസ്ലിം വിഭാഗത്തിന്റെ പൗരത്വത്തെ ഒരു തരത്തിലും നിയമം ബാധിക്കില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ നിലവിലെ 18 കോടി മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടായിരിക്കും. പൗരത്വം തെളിയിക്കാൻ ഒരു തരത്തിലുള്ള രേഖയും ഹാജരാക്കേണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. CAA എന്ന സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ടിന്റെ കാര്യത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഒരാശങ്കയും വേണ്ട. അവരുടെ പൗരത്വത്തെ ബാധിക്കുന്ന ഒരു നിബന്ധനയും നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിലെ സെക്ഷൻ 6 പ്രകാരം ഏത് രാജ്യത്തിലുള്ള മുസ്ലിം വിഭാഗത്തിനും ഇന്ത്യൻ പൗരത്വത്തിനായി അപേക്ഷിക്കാം. ദ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് പ്രകാരം ഒരു തടസ്സവുമില്ല. മറിച്ചുള്ള പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്നും ആഭ്യന്തര മന്ത്രാലയം പറയുന്നു.